വ്യക്തിത്വത്തെ നെയ്തെടുക്കുന്നു. JBC, ബിന്ദുസ്, അൽത്തോബി, JB കമ്പനി ഉൽപ്പന്നം, ഈറോഡ്. ഒറ്റപ്പാലം നഗരസഭയിലെ 2ാം വാർഡിലെ വോൾട്ടേജ് ക്ഷാമത്തിന് ശാശ്വത പരിഹാരമായി. നവകേരള സദസ്സിൽ നൽകിയ പരാതിയിലൂടെയാണ് പ്രശ്നം പരിഹരിക്കപ്പെട്ടത്. വർഷങ്ങളായി വോൾട്ടേജ് ക്ഷാമം മൂലം നേരിടുന്ന പ്രശ്നങ്ങളായിരുന്നു നഗരസഭയിലെ 2ാം വാർഡിൽ ഉൾപ്പെട്ട പള്ളിമുക്ക്, കാവൂർ റോഡ്, കുണ്ടുപറമ്പ് പള്ളിയാൽ, ചീനിക്കപ്പറമ്പ്, കാളിയൻതൊടി പ്രദേശങ്ങൾ. ഇലക്ട്രിക് ബൾബുകൾ പ്രകാശമില്ലാതെ കത്തുന്നത് 140 കുടുംബങ്ങളെയാണ് വിഷമത്തിലാക്കിയിരുന്നത്. ഇലക്ട്രിക് ഉപകരണങ്ങൾ AC, മോട്ടോർ തുടങ്ങിയവയും പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. ചുട്ടുപൊള്ളുന്ന കൊടും വേനലിൽ ഫാൻ പോലും പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. വഴിവിളക്കുകൾക്കാകട്ടെ മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം മാത്രം. വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയും ഉണ്ടായിരുന്നു. വാർഡ് സഭയിൽ പലതവണ വിഷയം പരാതിയായി വരികയും പരിഹാരം കാണാനാകാതെ ജനജീവിതം ദുരിതവും ദുസ്സഹവുമായി മാറുകയും ചെയ്തു. വാർഡ് കൗൺസിലർ സബിത മണികണ്ഠൻ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലേക്ക് പരാതി നൽകി. പരാതി സ്വീകരിച്ച അടിയന്തര നടപടിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതോടെ കാര്യങ്ങൾ ഒച്ചിന്റെ വേഗത്തിൽ നിന്നും സൂപ്പർസോണിക് വേഗത്തിലേക്ക് നടപടികൾ നീങ്ങി. KSEB അധികൃതർ പ്രശ്നത്തിൽ ഇടപെട്ടു. ഒരു വലിയ പ്രദേശം മുഴുവൻ ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിന് വലിയ സാമ്പത്തിക ചിലവ് വരും എന്നതുകൊണ്ടാണ് പ്രശ്നപരിഹാരം നീണ്ടതെന്നായിരുന്നു KSEBയുടെ വാദം. എന്നാൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം വന്നതോടെ ഉണർന്നു പ്രവർത്തിക്കാൻ KSEB തയ്യാറായി. പുതിയ ലൈൻ മാറ്റി സ്ഥാപിക്കുകയും പുതിയ പോസ്റ്റുകൾ സ്ഥാപിച്ച് 3 ഫേസ് ലൈൻ വലിച്ചുമാണ് പ്രശ്നം പരിഹരിച്ചത്. നാട്ടുകാർക്ക് ഓണസമ്മാനമാണ് ഇതെന്ന് കൗൺസിലർ സബിത പറഞ്ഞു. 140 കുടുംബങ്ങൾ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വന്ന ഇക്കുറി ഓണം ആഘോഷിക്കും.